ഹിമവാന്റെ ഗംഭീരമായ താഴ്വരയിൽ പ്രപഞ്ചത്തിന്റെ നിശ്ശബ്ദതയിൽ അലിഞ്ഞുചേർന്ന് പാണ്ഡുപുത്രനായ അർജുനൻ കഠിനമായ തപസ്സിൽ മുഴുകിയിരുന്നു. അവന്റെ ലക്ഷ്യം ഒന്നായിരുന്നു: പ്രപഞ്ചനാഥനായ പരമശിവനെ പ്രസാദിപ്പിച്ച് അജയ്യമായ പാശുപതാസ്ത്രം നേടുക. അവന്റെ ഏകാഗ്രമായ ധ്യാനത്തിൽ പ്രപഞ്ചം നിശ്ചലമായി. ഭക്തന്റെ നിശ്ചയദാർഢ്യം കണ്ട് കൈലാസനാഥൻ പുഞ്ചിരിച്ചു. എന്നാൽ ആവനാഴിയിലെ അസ്ത്രങ്ങളെക്കാൾ വലിയ അഹങ്കാരം അർജുനന്റെ ഹൃദയത്തിന്റെ കോണിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഭഗവാൻ അറിഞ്ഞു. ആ അഹങ്കാരത്തിന്റെ അവസാന കണികയും എടുത്തുമാറ്റി അവനെ പൂർണ്ണനാക്കാൻ ജഗദീശ്വരൻ ഒരുങ്ങി. അങ്ങനെ സാക്ഷാൽ പരമശിവൻ ഒരു ആദിവാസി കാട്ടാളന്റെ രൂപം പൂണ്ടു കിരാതമൂർത്തിയായി. ഒപ്പം ജഗജ്ജനനിയായ പാർവതീദേവി കാട്ടാളസ്ത്രീയുടെ രൂപത്തിൽ കിരാതിയായും. അപ്പോഴാണ് അർജുനന്റെ തപസ് മുടക്കാൻ മൂകാസുരൻ ഒരു ഭീമാകാരനായ പന്നിയുടെ രൂപത്തിൽ ഭീകരമായി അലറിക്കൊണ്ട് പാഞ്ഞെടുത്തത്. ധ്യാനത്തിൽ നിന്നുണർന്ന അർജുനൻ വില്ലെടുത്ത് കുലച്ചു. അതേ നിമിഷം വനത്തിന്റെ മറവിൽ നിന്ന് കിരാതന്റെ വില്ലും കുലച്ചു. ഒരേ സമയം 2 അസ്ത്രങ്ങൾ വായുവിനെ കീറിമുറിച്ച് ആ പന്നിയുടെ ശരീരത്തിൽ തറച്ചു. പന്നി പ്രാണൻ വെടിഞ്ഞു. "ഈ മൃഗം എന്റേതാണ്," അർജുനൻ ഗർവോടെ പറഞ്ഞു. "അല്ല, എന്റെ അമ്പാണ് ആദ്യം കൊണ്ടത്." കിരാതൻ അതേ നാണയത്തിൽ മറുപടി നൽകി. വാക്ക് തർക്കമായി, തർക്കം യുദ്ധമായി. ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളിയായ താനും ഒരു സാധാരണ കാട്ടാളനും തമ്മിലോ യുദ്ധം. അർജുനന്റെ അഹങ്കാരം ആളിക്കത്തി. അവൻ തന്റെ ദിവ്യാസ്ത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പ്രയോഗിച്ചു. എന്നാൽ അതെല്ലാം ആ കിരാതന്റെ മുന്നിൽ പുഷ്പങ്ങൾ പോലെ നിഷ്പ്രഭമായി പതിച്ചു. അവസാനം നിരായുധനായ അർജുനൻ കിരാതനുമായി മൽപ്പിടുത്തം തുടങ്ങി. ഘോരമായ ആ പോരാട്ടത്തിനിടയിൽ ഒരു നിമിഷം അർജുനൻ സ്തംഭിച്ചുപോയി. താൻ ദിവസവും പൂജിക്കുന്ന ശിവലിംഗത്തിൽ അർപ്പിച്ച അതേ പൂക്കളും ഇലകളും മുന്നിൽ നിൽക്കുന്ന കാട്ടാളന്റെ ജടാമകുടത്തിൽ അതാ ശോഭിക്കുന്നു. ഒരു വിദ്യുത്പ്രവാഹം പോലെ ആ സത്യം അർജുനനിലൂടെ പാഞ്ഞുപോയി. "ഇത് പരീക്ഷയാണ്, എന്റെ ഈശ്വരന്റെ ലീല." ആ നിമിഷം അർജുനന്റെ അഹങ്കാരത്തിന്റെ പർവ്വതം തകർന്നു വീണു. അവന്റെ കണ്ണുകളിൽ നിന്ന് അഹന്തയുടെ തിമിരം മാഞ്ഞു. മുന്നിൽ നിൽക്കുന്ന കാട്ടാളരൂപം മാഞ്ഞ് കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ച പ്രഭയോടെ, ജടയും ചന്ദ്രക്കലയും ത്രിശൂലവുമേന്തി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിയോടെ സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷനായി. അർജുനൻ മറ്റൊന്നും ചിന്തിച്ചില്ല. കണ്ണുനീരോടെ അവൻ ആ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഭക്തന്റെ വീര്യത്തിലും അഹങ്കാരം ശമിച്ചപ്പോൾ വന്ന ഭക്തിയിലും സംപ്രീതനായ മഹാദേവൻ അവനെ വാരിയെടുത്തു. എന്നിട്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ആയുധം പാശുപതാസ്ത്രം അവന് നൽകി അനുഗ്രഹിച്ചു. ദൈവം പരീക്ഷിക്കുന്നത് നമ്മെ തകർക്കാനല്ല, നിർമ്മിക്കാനാണ്. അഹങ്കാരത്തിന്റെ കളിമൺപാത്രമുടച്ച് അനുഗ്രഹത്തിന്റെ അമൃത് അതിൽ നിറയ്ക്കാനാണ് ഓരോ പരീക്ഷണവും. അർജുനൻ അത് തിരിച്ചറിഞ്ഞ നിമിഷം അവൻ യഥാർത്ഥ വീരനായി മാറി.